السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ ടെൻഷനുകൾ അകറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമായ രാജാതിരാജനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ നാഥ. അവരുടെ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. സങ്കടങ്ങളും വിഷമങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങളെ മജ്ലിസ് കാണുന്ന പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാരുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. സർവ്വ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും കഷ്ടപ്പാടുകളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസ് ആരംഭിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المنوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മാക്ക്, ഭർത്താവിനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമുക്കൊരു ഫാത്തിഹ ഓതാം. അല്ലാഹു സ്വീകരിക്കട്ടെ. وإلى حضرة من ماتوا منا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ നാദാ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സ് പൊട്ടി മനസ്സറിഞ്ഞ് നിന്നോട് ചോദിക്കുകയാണ്. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ നാദാ. അവരെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. അവരെ ഖബർ പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് പ്രകാശ
പ്രകാശിപ്പിക്കണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ അല്ലാ. ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ മജ്ലിസ് ഒരുപാട് ഉമ്മമാര് കാണുന്നത്. ആ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ നാദാ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. ഫാത്തിഹ സൂറത്തിന്റെ റഹ്മത്ത് ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ലാ. അത് കാരണം കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കല്ല റബ്ബേ. ഇൻഷാ അല്ലാഹ് അതിമഹത്തായ സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് 10 പ്രാവശ്യം ചെല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുരിതങ്ങൾ അകറ്റി തരണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. റഹ്മത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറക്കണേ റഹ്മാനെ. ബർക്കത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ മദദ് നൽകണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബിയോട് സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജോലികളിൽ മുത്തുനബിയുടെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സാധുക്കളായ പാപികളായ ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നമ്മളെ വിഷമങ്ങളും ടെൻഷനുകളൊക്കെ മാറാൻ, ഖൽബിന് നല്ല ആനന്ദവും സന്തോഷവും ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ്. എന്റെ കൂടെ ചൊല്ലുക.
എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു അകറ്റി തരട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ റബ്ബേ, ഞങ്ങളെ ഖൽബിന് സന്തോഷം നൽകണേ അല്ലാഹ്. ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പാവപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളായ ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര്, ഉപ്പമാരുണ്ട്. അവരെ മുറാദുകൾ ഹസിലാക്കണേ റബ്ബേ, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് സഹോദരിമാര്, സഹോദരന്മാര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദേ വീടില്ല, 15 വർഷമായി, 20 വർഷമായി, 30 വർഷമായി വാടക വീട്ടിലാണ് കഴിയുന്നെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലാഹ്, മനസ്സമാധാനം നൽകണേ അല്ലാഹ്, അവർ ഉദ്ദേശിച്ച വീട് നൽകണേ റബ്ബേ. എത്രയും പെട്ടെന്ന് വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തമായ വീട്ടിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്ന സഹോദരിയുടെ മാമൻ ഇന്നലെ മരണപ്പെട്ടു പോയി, ചെറിയ ബാബ എന്നാണ് പേര്. ആ സഹോദരന്റെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ റബ്ബേ. പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് ആ സഹോദരിയുടെ മാമന്റെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്.
ആ ചെറിയ ബാബ എന്ന ഉപ്പയുടെ ഖബറ് പരിശുദ്ധ ഖുർആനിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അവരെ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. അവരെ ഖബറ് സ്വർഗമാക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. നാളെ സ്വർഗലോകത്ത് വെച്ച് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഇങ്ങനെ പലരും പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉപ്പയുടെ ആണ്ടാണ്, ഉപ്പ മരിച്ച് 1 വർഷമായി. കുടുംബങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞ പലരുമുണ്ട്. എല്ലാവരുടെ ഖബറും വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗമാക്കണേ അല്ലാ. പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. നിന്റെ ലിഖാഹ് കാണാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. സ്ഥലം വിറ്റുപോകാനും അതുപോലെ തന്നെ നല്ല സ്ഥലം വാങ്ങാനും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നല്ല സ്ഥലം, നല്ല വിലക്ക് ആ സ്ഥലം വിറ്റ് നല്ല ഒരു അനുയോജ്യമായ സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. നല്ല വീട് നൽകണേ റഹ്മാനെ. കടങ്ങൾ വെട്ടിക്കൊടുക്കണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ആ മുസീബത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. വീടിന്റെ ആധാരം ബാങ്കിലാണ്, അതുപോലെ സ്വർണം ബാങ്കിലാണ് ഉസ്താദെ എന്ന് സങ്കടം പറഞ്ഞവരുണ്ട്. എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. നല്ല വിലക്ക് സ്ഥലം വിൽക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. കളഞ്ഞുപോയ സ്വർണ്ണാഭരണങ്ങള് അതുപോലെ പല വസ്തുക്കളും കളഞ്ഞുപോയി എന്ന് പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് തിരിച്ചു നൽകണേ റഹ്മാനെ. അവരെ കയ്യിൽ കിട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പല പല അസുഖം കാരണം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദേ സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ രോഗം ശിഫയാക്കണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ അല്ലാ. കച്ചവടത്തിലൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ജോലിയിലെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. ഭാര്യ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. ജയിലിലാണ് മക്കളെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ ജയിൽ മോചനം നൽകണേ റബ്ബേ. നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീക്കണേ അല്ലാ. എല്ലാ ശത്രുക്കൾക്കും നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്തണേ അല്ലാ. ഈ മജ്ലിസിലേക്ക് സംഭാവന ചെയ്യുന്നവരുണ്ട്, അവരുടെ സ്വതക്കകൾ സംഭാവനകൾ കബൂൽ ചെയ്യണേ അല്ലാ. 1 രൂപ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ 1000 പകരം നൽകണേ റബ്ബേ. അവരെ സ്വതക്കകൾ കബൂൽ ചെയ്യണേ അല്ലാ. എന്ത് ഉദ്ദേശിച്ചാണോ സംഭാവന ചെയ്തതെങ്കിൽ, എന്ത് ഉദ്ദേശിച്ചാണോ സ്വതക്ക ചെയ്യുന്നെങ്കിൽ ആ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ അല്ലാ. അവരെ പ്രയാസപ്പെടുത്തല്ല അല്ലാ, അവരെ വിഷമത്തിലാക്കല്ല അല്ലാ. ഈ മജ്ലിസിലേക്ക് നേർച്ചയാക്കിയവരുണ്ട്, അവരെ മുറാദുകൾ ഹസിലാക്കണേ അല്ലാ. അവരെ ഹാജത്തുകൾ നിറവേറ്റണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാ. കള്ളുകുടിയാണ്, കഞ്ചാവാണ്, വീട്ടുവലിയാണെന്നൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല മനസ്സ് കൊടുക്കല്ല, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നല്ല ജീവിതം നൽകണേ അല്ലാ. ആരൊക്കെ ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ ആ മുറാദുകൾ മുഴുവനും നിനക്കറിയാം. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് വലിയ വലിയ ഔലിയാക്കളും മഹാന്മാരും അവരെ ജീവിതത്തിൽ ചൊല്ലിപ്പോന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട എഫക്റ്റീവായ പവർഫുള്ളായ ഒരു ദിക്റാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു. 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 അൻതൽ ഹാദി അൻതൽ ഹഖു ലൈസൽ
الهادي إلا هو أنت الهادي أنت الحق ليس 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 الهادي إلا هو സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേ റബ്ബേ, ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ റഹ്മാനെ. ഭർത്താവിന്റെ കള്ളുകുടി മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, ആ ഭർത്താവിന് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ, ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ അകറ്റണേ അല്ലാ, മക്കളെ ദുസ്വഭാവങ്ങൾ അകറ്റണേ അല്ലാ. അസുഖം മാറാൻ, ഭർത്താവിന്റെ അസുഖം മാറാൻ, നല്ല വീട് ലഭിക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് നല്ല വീട് നൽകണേ അല്ലാ. എന്ത് രോഗമുണ്ടെങ്കിലും ശിഫ നൽകണേ അല്ലാ, എല്ലാവരുടെ അസുഖങ്ങളും ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ. കടം വീടാനും കിട്ടാനുള്ള ക്യാഷ് കിട്ടാനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് ആ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ റബ്ബേ. നിന്റെ ഖജനാവ് വലുതാണ്, എത്ര കടമുണ്ടെങ്കിലും നീ വീട്ടി കൊടുക്കണേ അല്ലാ. അതിന് മജ്ലിസ് കാരണമാക്കണേ അല്ലാ. കിട്ടാനുള്ള പൈസ എത്രയും പെട്ടെന്ന് കൊടുത്തവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നൽകണേ റബ്ബേ, മനസ്സ് നൽകണേ അല്ലാ. കളഞ്ഞു പോയ വസ്തു കിട്ടാൻ, പ്രഷറും ഷുഗറും മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് എത്രയും പെട്ടെന്ന് ആ കളഞ്ഞു പോയ വസ്തു തിരിച്ചു കിട്ടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പ്രഷറും ഷുഗറും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പേരക്കുട്ടിയുടെ വിവാഹം ശരിയാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, എത്രയും പെട്ടെന്ന് നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ഖൈറിന്റെ കവാടങ്ങൾ നൽകണേ അല്ലാ. മാതാപിതാക്കൾ മരണപ്പെട്ട ആണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്, കുടുംബങ്ങൾക്ക് മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെ ഖബറും വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗമാക്കണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു ബൈത്താണ്. നല്ല ആത്മാർത്ഥതയോടുകൂടെ നല്ല മനസ്സോടെ എന്റെ കൂടെ ചൊല്ലിക്കോളൂ പ്രിയമുള്ളവരെ. നിങ്ങളെ പ്രയാസങ്ങൾ മാറും, നിങ്ങളെ ബുദ്ധിമുട്ടുകൾ മാറും, നിങ്ങളെ കഷ്ടപ്പാടുകൾ മാറും, നിങ്ങളെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരും. ഹബീബിനോടുള്ള സ്നേഹം വർദ്ധിക്കും. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകും. അല്ലാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്.
സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹി സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ, ഖബൂൽ ചെയ്യണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ, ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരുടെ യാത്ര എളുപ്പമാക്കണേ അല്ലാ, എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കണേ അല്ലാ, നബിയോടുള്ള സ്നേഹം നൽകണേ അല്ലാ, മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാ, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഉംറ ചെയ്യാൻ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, മുത്തുനബിയുടെ റൗളയിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഹബീബിനെ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, മുത്തുനബിയുടെ പാദ പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ, ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ, ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ റബ്ബേ. ഈ മജ്ലിസിൽ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട്, അവരുടെ മുറാദുകൾ മുഴുവനും നിനക്കറിയാം, എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ, എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ, എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ, ഉള്ള മക്കളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ, ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് നമ്മളുടെ പാവപ്പെട്ട മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥനയാണ്. മാതാപിതാക്കൾക്ക് ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരും. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ആത്മാർത്ഥമായി നമ്മൾക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. റബ്ബി
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ 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 സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ അല്ലാഹ്, അവരെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, അവർക്ക് റഹ്മത്ത് നൽകണേ അല്ലാഹ്. അവര് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കാരുണ്യം ചെയ്തതുപോലെ അവർക്ക് കരുണ നൽകണേ അല്ലാഹ്. അവരെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, ആയിരാരോഗ്യം നൽകണേ അല്ലാഹ്. ഇനിയും ഒരുപാട് കാലം അവരോടൊത്തു ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അവരെ വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്, അവരെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മാതാപിതാക്കളെ പൊരുത്തം നൽകണേ റബ്ബേ. പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്. ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ലാത്തവരുണ്ട്, ഉപ്പ എന്ന് വിളിക്കാൻ ഉപ്പയില്ലാത്തവരുണ്ട്. പലരുടെയും വെല്ലുപ്പ വെല്ലുമ്മമാര് ഖബറിലാണ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്. അവരെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. ഇനിയും അവരോടൊത്ത് സ്വർഗലോകത്ത് ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അവരെ ഖബർ അലങ്കരിക്കണേ റഹ്മാനെ. ഈ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസുള്ളവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. പലരും പലതും പറഞ്ഞ് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഉദ്ദേശങ്ങൾ നിനക്കറിയാം, പൂർത്തീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കൊണ്ട് ഉപകാരം നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്. അല്ലാഹ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഫാത്തിഹ സൂറത്ത് നമ്മൾ തുടക്കത്തിൽ ഓതിയിട്ടുണ്ട്. ഈ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതി നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ്
الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد أرحم الراحمين പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, ക്യാൻസർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവര്, പ്രഷർ ഉള്ളവര്, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, പുറം വേദന, വയറുവേദന, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള്, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകള്, എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകള് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആരോഗ്യത്തോടുകൂടെ അന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. എല്ലാ വേദനകളും ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ രോഗം ശിഫയാക്കണേ അല്ലാ. ഹോസ്പിറ്റലുള്ളവർക്ക് നല്ല ആരോഗ്യത്തോടുകൂടെ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. രാജാതിരാജനായ റബ്ബേ, ഒരുപാട് ആളുകൾ ദാരിദ്ര്യം കാരണം പ്രയാസത്തിലാണ്. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. മക്കൾക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഉപ്പമാർക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കല്ല. മക്കൾക്ക് പഠിച്ച ജോലി നൽകണേ റബ്ബേ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിച്ചു പോയി ജോലി ശരിയാകാത്ത ആളുകളുണ്ട്, പല പേപ്പറുകളും ശരിയാകാത്തവരുണ്ട്. എല്ലാം ശരിയാക്കി കൊടുക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. നാട്ടിലുള്ളവർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, കടം കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്. ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങള് ഇതാ നിന്റെ ദർബാറിലേക്ക് കരങ്ങളെ ഉയർത്തിയിട്ടുണ്ട്. എത്ര കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയായ നിന്റെ ദർബാറിലേക്കാണ് ഞങ്ങൾ കരങ്ങളെ ഉയർത്തിയിട്ടുള്ളത്. ഞങ്ങളെ കടങ്ങള് വീട്ടാനുള്ള വഴികൾ തുറന്നു നൽകണേ അല്ലാ. കടക്കാരായി ജീവിച്ച് കടക്കാരായി മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. ഈ മജ്ലിസ് കാണുന്നവർക്ക് വരുത്തല്ല റഹ്മാനെ. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു നൽകണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. പലിശ എന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അത്തരം ഹറാമായ കാര്യങ്ങള് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. കടങ്ങള് വീട്ടാനുള്ള വഴി തുറക്കണേ റബ്ബേ. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകല്ല, ഉദ്ദേശിച്ച വീട് നൽകണേ അല്ലാ. ഉള്ള വീട്ടില് ബറക്കത്തും സമാധാനവും നൽകണേ റഹ്മാനെ. ഐക്യം നൽകണേ അല്ലാ. മക്കളുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. മരുമക്കളുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. അതുപോലെ അമ്മോച്ചനമ്മായിമാരുടെ ഇടയിൽ ഐക്യം നൽകണേ അല്ലാ. ഒരുമയുള്ള കുടുംബ ജീവിതം നൽകണേ അല്ലാ. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ.
വിവാഹപ്രായമെത്തിയ ഒരുപാട് മക്കളുണ്ട്. വിവാഹം ശരിയാവാതെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ നല്ല ഇണകളെ നൽകണേ അല്ലാ. വിവാഹം ശരിയാകാത്തവർക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നീ ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അതിനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ സ്വാലീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സന്തോഷിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റബ്ബേ. സ്നേഹമുള്ള സന്തോഷം നൽകുന്ന മക്കളാക്കണേ റബ്ബേ. അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാ. ദുസ്വഭാവങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാ. എന്ത് പരീക്ഷയാണെങ്കിലും അവർക്കൊക്കെ നീ ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല മാർക്കോടെ ഗ്രേഡോടെ പാസ്സാകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ ദുസ്വഭാവം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കല്ലാ. ഭാര്യമാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റബ്ബേ. ശത്രുക്കളെ കാക്കണേ റഹ്മാനെ. ശത്രുക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ റബ്ബേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ റൗളയിൽ പോയി ഒന്ന് സലാം പറയാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും മനസ്സ് നൽകല്ലാ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകല്ലാ. ഇബ്ലീസിന്റെ ശർറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാ. അവർക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അവരെ വിഷമങ്ങളും രോഗങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട ഭാര്യ മക്കള് കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവരുണ്ട്. അതുപോലെ ഭക്ഷണം തന്ന ആളുകളുണ്ട്. വല്ലുപ്പ വല്ലുമ്മമാര് ഞങ്ങളെ കൂട്ടുകാരുണ്ട് റബ്ബേ. ഞങ്ങളെ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്നവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. റഹ്മത്ത് നൽകണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഷോക്കേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. വിഷമേൽക്കുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഒരുപാട് കാലം രോഗശൈലിയിൽ കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. വരുത്തല്ല അല്ലാ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. വലിയ ലാഭം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്. ഉമ്മ ഉപ്പ ഖബറിലുണ്ട്. വല്ലുപ്പ വല്ലുമ്മമാര് സ്നേഹിച്ചവര് ഭർത്താക്കന്മാര് മക്കള് ഖബറിലുണ്ട്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. നിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അർശിന്റെ തണൽ നൽകണേ അല്ലാ. ശഫാഅത്ത് നൽകണേ അല്ലാ. മുത്തുനബിയുടെ ഹൗദുൽ കൗസർ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാവരുടെ മുറാദുകളും ഹസിലാക്കണേ അല്ലാ. എല്ലാവരുടെ ഹാജത്തുകളും നിറവേറ്റണേ അല്ലാ. എല്ലാവരുടെ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച സഹോദരീ സഹോദരന്മാരുണ്ട്. അവരെ ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാം. എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന പാവപ്പെട്ടവരുണ്ട്. അവർക്ക് നീ പ്രത്യേക പരിഗണനയും ബറക്കത്തും നൽകണേ അല്ലാ. എന്നും കാണുന്ന ഈ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങളെ നീ സ്നേഹിക്കണേ അല്ലാ. നിന്റെ മഹബ്ബത്ത് നൽകണേ അല്ലാ. നിന്റെ റിളാ നൽകണേ റഹ്മാനെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എല്ലാം നിനക്കറിയാം. എല്ലാം നിനക്കറിയാം. എല്ലാ കാര്യങ്ങളും നിറവേറ്റി നൽകണേ അല്ലാ. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്ഥലം വിറ്റുപോകാൻ വീട് വിറ്റുപോകാൻ ഒക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കിട്ടാനുള്ള ക്യാഷ് കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ മുറാദുകളും ഹസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഉദ്ദേശിച്ച ജോലിക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ജോലിയും നൽകണേ റബ്ബേ. മുഅ്മിനീകളെ ഇസ്സത്ത്
സംരക്ഷിക്കണേ റഹ്മാനെ. ആരീ മജ്ലിസ് കാണുന്നുണ്ട്, അതൊന്നും നീ വെറുതെയാക്കല്ല റബ്ബേ. اللهم عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.